ഹായ്, ഇത് നമുക്ക് 15ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. എടാ, ഈ 15ാമത്തെ ക്വസ്റ്റിനെ വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ് ആണ്. ഇവിടെ എന്താ പറയുക, എ ആൻഡ് ബി ആർ 2 യൂണിറ്റ് വെക്ടേഴ്സ്. എയും ബിയും 2 യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. എടാ, യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് കണ്ടാൽ നമുക്കറിയാം അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ. അപ്പോ മോഡ് എ ബാറും മോഡ് ബി ബാറും എത്രയാ? 1 ആണ്. ബിക്കോസ് എ ബാർ ആൻഡ് ബി ബാർ ആർ യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സ് ആയ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ് അല്ലെ. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ദം എന്താ? π/3 ആണ് അല്ലെ. അപ്പൊ എയും ബിയും തമ്മിൽ അല്ല ആംഗിൾ തീറ്റ എന്താ? π/3 ആണ് അല്ലെ. അങ്ങനെയെങ്കിലേ നമുക്ക് എല്ലാവർക്കും വരാം എ ഡോട്ട് ബി കാണുന്ന ഇക്വേഷൻ എന്താ? മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ അല്ലേ അല്ലെ. സോ എന്താ എ ഡോട്ട് ബി വരാ? എടാ, മോഡ് എ 1 ആണ്, മോഡ് ബി 1 ആണ്, കോസ് തീറ്റ കോസ് π/3 അല്ലേ, അത് 1/2 അല്ലേ. അപ്പൊ എ ഡോട്ട് ബിന് വാല്യൂ എന്താ? 1 × 1 × 1/2 ആയി അല്ലെ. സോ മോഡ് എ മോഡ് ബി 1 ആണ്, എ ഡോട്ട് ബി എന്താ? 1/2 ആണ് അല്ലെ. പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞെന്താ? ലാംഡ എ പ്ലസ് 2ബിയും 3a മൈനസ് ലാംഡ ബിയും പെർപെൻഡിക്കുലർ ആണ് അല്ലെ. ആ രണ്ട് വെക്ടർ എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവാ? രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് എന്താണ്? 0 ആവണ്ടേ. അപ്പൊ ഈ വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് ഓഫ് കോഴ്സ് എന്താവും? 0 ആയിരിക്കും. അതായത് ഇതാ ലാംഡ എ പ്ലസ് 2ബി എന്ന ഒരു വെക്ടർ ഉണ്ട് അല്ലെ. മറ്റേ 3a മൈനസ് ലാംഡ ബി എന്ന വേറെ വെക്ടർ ഉണ്ട്. ഈ രണ്ടിന്റെ ഡോട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡോട്ട് എടുക്കുക. എന്താ ഡോട്ട് എടുത്താ വരിക? ലാംഡ എ ഡോട്ട് 3a, എ ഡോട്ട് എ മോഡ് എ സ്ക്വയർ അല്ലെ. അപ്പൊ 3 ലാംഡ മോഡ് എ സ്ക്വയർ. ദെൻ ലാംഡ എ ഡോട്ട് മൈനസ് ലാംഡ ബി, അപ്പൊ എന്താ? മൈനസ് ലാംഡ സ്ക്വയർ എ ഡോട്ട് ബി അല്ലെ. പിന്നെ 2b ഡോട്ട് 3a, അപ്പൊ എന്താ? 6b ഡോട്ട് എ. പിന്നെ 2b ഡോട്ട് മൈനസ് ലാംഡ ബി എന്താ? 2 ലാംഡ ബി ഡോട്ട് ബി മോഡ് ബി സ്ക്വയർ അല്ലെ, 0 അല്ലെ. ഇത് നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക? 3 ലാംഡ ഇൻറ്റു മോഡ് എ സ്ക്വയർ മോഡ് എ 1 അല്ലേ. സോ മോഡ് എ സ്ക്വയർ 1 ആണ്. മൈനസ് ലാംഡ സ്ക്വയർ എ ഡോട്ട് ബിന്റെ വാല്യൂ എന്താ? എ ഡോട്ട് ബി 1/2 അല്ലേ. സോ 1/2 ആണ്. 6 ഇൻറ്റു എ ഡോട്ട് ബി അഗെയിൻ എന്താ? എ ഡോട്ട് ബി 1/2 അല്ലേ. സോ 6 × 1/2 മൈനസ് 2 ലാംഡ ഇൻറ്റു മോഡ് ബി സ്ക്വയർ 1 അല്ലേ, 0 അല്ലെ. അപ്പൊ എന്ത് കിട്ടിയടാ? 3 ലാംഡ മൈനസ് 2 ലാംഡ അല്ലേ. സോ ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ ബൈ 2 പ്ലസ് 6 × 1/2 എന്താ? 3 = 0. ഓക്കെ, മൊത്തമായിട്ട് ഒന്ന് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ എന്താ? -2 കൊണ്ട് എടുക്കാം. അപ്പൊ എന്തായി? -2 × ലാംഡ സ്ക്വയർ ബൈ 2 എത്രയാ? ലാംഡ സ്ക്വയർ. ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി മാത്രം, വേറെ ഒന്നുമില്ല. -2 × ലാംഡ -2 ലാംഡ -2 × 3 -6 എന്താ? 0. സോ ലാംഡ സ്ക്വയർ -2 ലാംഡ -6 എന്താ? 0 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചത് അങ്ങനെ നമ്പർ ഓഫ് വാല്യൂസ് ഓഫ് ലാംഡ ഇൻ -1,3. -1നും 3ന്റെ ഇടയിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ലാംഡാസ് എന്നാലേ? ഇതല്ലേ ലാംഡയുടെ ഇക്വേഷന്? അത് സോൾവ് ചെയ്ത ലാംഡയുടെ വാല്യൂ ഇട്ടില്ലേ? അതിൽ എത്ര ആൾക്കാർ ഈ റീജിയന്റെ ഉള്ളിലുണ്ട് നോക്കിയാൽ പോരെ അല്ലെ. അപ്പൊ ലാംഡയുടെ സൊല്യൂഷൻ എന്താ? ലാംഡ സ്ക്വയർ -2 ലാംഡ -6 = 0. വേണമെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയ ഫാക്ടറൈസ് ചെയ്യാം, പക്ഷെ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ലാംഡ എന്താ? -b പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലെ. അപ്പൊ എന്താ? 2 പ്ലസ് ഓ മൈനസ് ഇത് √28 അല്ലേ. √28 4 × 7 അല്ലേ. അപ്പൊ √4 × 7 2√7 അല്ലേ ബൈ 2. അപ്പൊ 2 × 2 പോയ ബാക്കി എന്താ? 1 പ്ലസ് √7ഉം 1 മൈനസ് √7 അല്ലെ. ഇത് √7ന്റെ ഏകദേശം വാല്യൂ 2 പോയിന്റ് സംതിങ് അല്ലേ. കാരണം √9 3 അപ്പൊ 3 ചേർത്ത് 2 പോയിന്റ് സംതിങ്. 1 പ്ലസ് 2 പോയിന്റ് സംതിങ്ങും 1 മൈനസ് 2 പോയിന്റ് സംതിങ് വരും അല്ലെ. അപ്പൊ എന്താ? 1 പ്ലസ് 2 പോയിന്റ് സംതിങ് 3 പോയിന്റ് സംതിങ് അല്ലേ അല്ലെ. 1 മൈനസ് 2 പോയിന്റ് സംതിങ് -1 പോയിന്റ് സംതിങ് അല്ലേ അല്ലെ. ക്വസ്റ്റ്യൻ ചോദിച്ചെന്താണ്? -1ന്റെ 3ന്റെയും ഇടയിലാവണം. എടാ, -1ന്റെയും 3ന്റെയും ഇടയിൽ ആരൊക്കെ ഉണ്ട് ഇവിടെ? 3 പോയിന്റ് സംതിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരിക അല്ലെ. -1 പോയിന്റ് സംതിങ് ഇവിടെ അല്ലേ വരിക. രണ്ടും -1ന് 3ന്റെ ഇടയിലല്ലല്ലോ. ആ -1ന് 3ന്റെ ഇടയിൽ ലാംഡയുടെ വാല്യൂ ഉണ്ട് അവിടെ? ഇല്ല. കാരണം ഉള്ള വാല്യൂ മൊത്തം എന്താണ്? അതിന്റെ പുറത്താണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ഒന്നുമില്ല. സോ ആൻസർ എന്താ? 0 ആണ് അല്ലെ. ലാംഡക്ക് 2 വാല്യൂ ഉണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചു -1ന് 3ന്റെ ഇടയിൽ എത്ര വാല്യൂ ഉണ്ടെന്നാണ്. അതിന്റെ ഇടയിൽ ആരുമില്ല. അപ്പൊ ലാംഡ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്.